ഇസ്ലാമിൻ്റെ പുതുവത്സര ദിനം നമ്മളിലേക്ക് സമാഗതമാവുകയാണ്. പുതിയ വർഷം കടന്നു വരുമ്പോൾ വലിയ ആവേശത്തിലും സന്തോഷത്തിലുമാണ് നമ്മൾ ഉണ്ടാവാറുള്ളത്. നമുക്കറിയാം 2026 നമ്മിലേക്ക് വരുമ്പോൾ വലിയ പ്രതീക്ഷയോടുകൂടെ വലിയ സന്തോഷത്തോടുകൂടെയാണ് അതിനെ വരവേറ്റത്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും പ്രധാനമായിട്ടുള്ളത് അവന്റെ പുതിയ വർഷം എന്ന് പറഞ്ഞാൽ അത് മുഹറം മാസം. മുഹറത്തിനെ കുറിച്ച് നമുക്ക് പരിചയപ്പെടുത്തി തന്നത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസമാണ് മുഹറം. പലപ്പോഴും ഇസ്ലാമിന്റെ പുതുവത്സരം, പുതിയ വർഷം ഏതാണെന്ന് പോലും അറിയാത്തവരാണ് പല വിശ്വാസികൾ. മുഹറം വരുന്നതും പോകുന്നതും നമ്മളാരും അറിയുന്നില്ല. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവന്റെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള ഒരു മാസമാണ് മുഹറം. അള്ളാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് ഖൈറുകൾ കൊടുക്കുന്ന മാസം. മഹാനായ ഹുജ്ജത്തുൽ ഇസ്ലാം അബൂ ഹാമിദുൽ ഗസ്സാലി റളിയല്ലാഹു അൻഹു അവിടുത്തെ ഇഹ്യാ ഉലൂമുദ്ദീനിൽ പറഞ്ഞു, ഹദീസിൽ വന്നത് കാണാം, വിശുദ്ധമായ റമദാൻ കഴിഞ്ഞാൽ അഫ്ളലു സിയാം ബഅദ ശഹ്രി റമദാൻ, റമദാൻ മാസം കഴിഞ്ഞാൽ നോമ്പ് നോൽക്കാൻ ഏറ്റവും പവിത്രതയുള്ള ശ്രേഷ്ഠമുള്ളത് ഷഹ്റുല്ലാഹിൽ മുഹറം, അള്ളാഹുവിന്റെ മാസം എന്ന് പറയുന്ന മുഹറമാണ്. അതിന് കാരണം പറഞ്ഞു, ലി അന്നഹു ഇബ്തിദാഉസ് സന, അതൊരു വർഷത്തിന്റെ തുടക്കമാണ്. അപ്പൊ നമ്മുടെ ഒരു വർഷത്തിന്റെ തുടക്കം അദ്ദേഹം പറയുകയാണ്, ഫബിനാഉഹു അലൽ ഖൈർ, ഒരു വർഷം തുടങ്ങുന്നത് ഖൈറിന്റെ മേലിലാണെങ്കിൽ ആ വർഷം മുഴുവനും അവനക്ക് വലിയ ബറക്കത്ത് പ്രതീക്ഷിക്കാവുന്ന ദിവസമാണ്. ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം തുടക്കം നന്നായാൽ അവന്റെ ഒടുക്കവും നന്നാകും. ഒരുപാട് മഹാന്മാർ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ശിഹാബുദ്ദീൻ സുഹ്റവർദി റഹിമഹുല്ല അദ്ദേഹത്തിന്റെ അവാരിഫുൽ മാരിഫ് എന്ന് പറയുന്ന ഗ്രന്ഥത്തിൽ പറഞ്ഞത് കാണാം. ബഹുമാനപ്പെട്ട ജുനൈദ് റളിയല്ലാഹു അൻഹു പറയുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, നിങ്ങളുടെ പ്രതിസന്ധികൾ കൂടുതലും സംഭവിക്കുന്നത്, നിങ്ങളെ പിഴവുകളും തടസ്സങ്ങളും പ്രതിസന്ധികളും കൂടുതൽ സംഭവിക്കുന്നത് തുടക്കം പിഴച്ചതുകൊണ്ടാണ്. നിങ്ങളുടെ തുടക്കം പിഴച്ചതുകൊണ്ടാണ് നിങ്ങൾക്ക് ആ വർഷം മുഴുവനും പ്രതിസന്ധികൾ വരാൻ കാരണം. അതുകൊണ്ട് വിശുദ്ധമായ മുഹറം മാസം നമ്മുടെ തുടക്കമാണ്. തുടക്കം നന്നായാൽ ഒടുക്കം നന്നായി എന്ന് നമ്മുടെ പൂർവികര് മുമ്പേ നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. അതും വെറും ഒരു വാക്കല്ല, മഹാന്മാരായ ആളുകൾ നമ്മെ പഠിപ്പിച്ചതാണ്. തുടക്കം എങ്ങനെയാണോ അവിടെയാണ് ഒടുക്കവും. ബഹുമാനപ്പെട്ട ഇബ്നു അത്താഇല്ലാഹി സിക്കന്ദരി റഹ്മത്തുള്ളാഹി അലൈഹി പറഞ്ഞു, അദ്ദേഹത്തിന്റെ വിശുദ്ധ ഗ്രന്ഥമായ അൽ ഹികമിൽ, ഒരാളുടെ തുടക്കം എപ്പോഴാണോ പ്രകാശിക്കുന്നത് ആ സമയം അവന്റെ അന്ത്യവും പ്രകാശിക്കുന്നതാണ് എന്ന് പറഞ്ഞാൽ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്കതിന് പറയാം. ഒരാളുടെ മുഹറം മാസം നല്ലതാണെങ്കിൽ ആ വർഷത്തിന്റെ ദുൽഹിജ്ജ വരെ അവനക്ക് നല്ലതായിരിക്കും. അല്ലെങ്കിൽ അവന്റെ തുടക്കം നന്നായാൽ അവന്റെ ആഖിബത്ത്, മരണവും നന്നാവാൻ സാധ്യതയുണ്ട്. ഇങ്ങനെ ഒരുപാട് വ്യാഖ്യാനങ്ങൾ നമുക്ക് വേണമെങ്കിൽ പറയാം. ചുരുക്കി പറഞ്ഞാൽ ശുദ്ധമായ മുഹറം മാസം നമ്മിലേക്ക് വരുമ്പോൾ തെറ്റുകളിൽ നിന്നൊക്കെ പൂർണ്ണമായും തൗബ ചെയ്ത് ഈ വർഷം നല്ല നിലക്ക് എനിക്ക് മുന്നോട്ട് കൊണ്ടുപോകണമെന്ന ഒരു പ്രതിജ്ഞയെടുത്ത് ഈ വർഷത്തെ സ്വീകരിക്കാൻ നമുക്ക് കഴിയട്ടെ. അല്ലാഹു തൗഫീഖ് നൽകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ്.